എല്ലാരും റെഡിയാ? എല്ലാരും റെഡിയാ? ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൻ്റെയും ഞങ്ങളുടെ മഹിളാ സമാജത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു നാലമ്പല തീർത്ഥയാത്ര പ്ലാൻ ചെയ്തു. അപ്പം പുലർച്ചെ 4 മണിക്കാണ് യാത്ര പ്ലാൻ ചെയ്തത്. എല്ലാവരും കറക്റ്റ് 4 മണിക്ക് തന്നെ എല്ലാവരും വണ്ടിയെ റെഡിയായിരുന്നു. ഞങ്ങളാണ് സ്വല്പം താമസിച്ചത്. നല്ല മഴയായിരുന്നു. 4 മണി ആയപ്പോഴത്തേന് നല്ലപോലെ മഴ പെയ്തു. അപ്പം ഞാനോർത്ത് എല്ലാവരും പെട്ടെന്ന് എത്തത്തില്ലായിരിക്കും കണക്കൂട്ടില്ല ചെന്ന്. അന്നേരം വണ്ടി നിറച്ച ആൾക്കാരായിരുന്നു. അപ്പം ഞങ്ങൾ 29 പേരുണ്ട് കുട്ടികളടക്കം. അപ്പം ഞങ്ങൾ നേരെ പാലാ രാമപുരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീനടുത്തുള്ള ജസ്റ്റിൻ്റെ വണ്ടി JJ ഹോളിഡേയ്സിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അത് 30-32 പേർക്ക് വരെ ഇരിക്കാം സുഖമായിട്ട്. നമുക്ക് എല്ലാവർക്കും സീറ്റുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. ഇടയ്ക്കിടയ്ക്കെല്ലാം മഴ പെയ്യുന്നുണ്ട്. വെളുപ്പിനെ പോയ തിരക്ക്, ഇപ്പം ഞായറാഴ്ച ദിവസമാണ് ഇന്ന്, അതുകൊണ്ട് തിരക്കുള്ള ദിവസമാണെന്നറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് പോയത്. അപ്പം വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയായിരുന്നു. അതിനുശേഷം വീണ്ടും പാലാ രാമപുരത്തേക്ക്. സീറ്റ് കിടക്കുന്നുണ്ടല്ലേ? കാറ്റും മഴക്കോളും എല്ലാം ഉണ്ട്. കിടങ്ങൂരെത്തി. വഴിയിലെങ്ങും തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ആ പുലർച്ചെയുള്ള യാത്ര നല്ലൊരു യാത്ര തന്നെയാണ്. നമുക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ സമയത്ത് നമുക്ക് അതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിലെത്താൻ പറ്റും. പാലാ ടൗണിലെത്തി. പാലാ ടൗണിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോഴത്തേനാണ് രാമപുരം. അപ്പോൾ രാമപുരം റൂട്ടിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ ശക്തി സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ ആളുമായിട്ട് വന്നതാണ്. അത് വണ്ടി സ്റ്റക്കായിപ്പോയി. എന്ന് പറഞ്ഞാൽ ടയർ അനങ്ങുന്നില്ല. അപ്പം അവർ കുറച്ച് സമയമായിട്ട് പണിപ്പെടുകയാണ്. അപ്പോൾ അത് മാറിയാലേ നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി അവരെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളും കൂടെ ഇറങ്ങി ചെന്നു. വണ്ടിയെ ഇരുന്നവരങ്ങനെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇങ്ങനെയൊരു സംഭവം ഫ്രണ്ടിൽ നടക്കുന്നത്.
ഞാൻ തള്ളി മാറ്റിക്കാം, അങ്ങോട്ട് മാറ്റിക്കാം. ഞങ്ങൾ അത് ഓട്ടോറിക്ഷ ഒരു സൈഡിലേക്ക് തള്ളി നീക്കി. സ്റ്റക്കായി നിൽക്കുക. മതി. അങ്ങനെ ഞങ്ങൾ രാമപുരത്ത് എത്തിയിരിക്കുകയാണ്. വലിയ വാഹനങ്ങളൊക്കെ വഴി സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ രാമപുരത്ത് അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. അത് 4 ക്ഷേത്രത്തിലും ഓടിയെത്തി 12 മണിക്ക് മുമ്പായിട്ട് തിരിച്ച് ഈ ക്ഷേത്രത്തിൽ തന്നെ വരണം. അത് നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ സാധ്യമാകത്തുള്ളൂ. തൃപ്രയാറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വണ്ടി ഓടി എത്തത്തില്ല. അത് തന്നെയല്ല, ഭയങ്കര ദൂരമാണ്. എല്ലാവരും ഇറങ്ങിയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് പാല രാമപുരം ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ നിന്നാണ് നാലമ്പല ദർശനം ഞങ്ങൾ ആരംഭിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്ര തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെയൊക്കെ ഇവിടം തൊട്ടേ ക്യൂ ആയിരുന്നു. വെളിയിൽ നിൽക്കുന്ന അതുപോലെ ആളായിരുന്നു വെളിയിൽ തന്നെ. അപ്പം ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നുണ്ട്. തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തിയപ്പോഴത്തേന് സ്വല്പം തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ക്ഷേത്രത്തിനകവശത്ത് ക്യൂ ആയി. പിന്നെ ഇവിടെ വഴിപാട് എല്ലാം നമുക്ക് ഇഷ്ടംപോലെ കൗണ്ടറുകൾ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ക്ഷേത്ര ഭാരവാഹികൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അധിക സമയം പോലും നിൽക്കേണ്ട. നമ്മൾ നടക്കുന്ന വഴി തന്നെ എല്ലാം അവർ രസീതും എല്ലാം അവിടെ തന്നെ തരുന്നുണ്ട്, വഴിപാട് എന്നുള്ളതെല്ലാം. അതുകൊണ്ട് വലിയ തിരക്ക് വരത്തില്ല. ഇത്രയും ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. ആനപ്പന്തലിലുള്ള ഓഫീസുമായി ബന്ധപ്പെടണം എന്ന് അപേക്ഷിക്കുന്നു. ഞാനും വൈഫും മോളും അമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്ക് പെടാതെ ഞങ്ങൾ പെട്ടെന്ന് ക്ഷേത്രത്തിനകത്ത് കടന്നു.
ക്ഷേത്രത്തിനകത്തായി ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെയും തൊഴുത് ശ്രീരാമസ്വാമിയെ തൊഴുതിട്ട് ഇവിടുന്ന് നമ്മൾ ബാക്കി 3 ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തിയിട്ട് ഇവിടെ വന്ന് തിരിച്ചിവിടെ വന്നിട്ട് വേണം നമുക്ക് പ്രസാദവും മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ഇത് എല്ലാ ക്ഷേത്രത്തിലേക്കും പോകാനുള്ള വഴിയുടെ റൂട്ട് മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പോകേണ്ട ക്രമങ്ങളും എല്ലാം അവിടെ കുറിച്ചിട്ടുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വഴിപാടാണ് കുടുംബാർച്ചന. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. ഇവിടുത്തെ ദർശനം പൂർത്തിയാക്കി ഇനി നമ്മൾ കൂടപ്പുലത്തേക്ക് പോവുകയാണ്. കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കൂടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഇവിടെയും സ്വല്പം തിരക്ക് കുറവാണ്. നമ്മൾ ആദ്യം വന്നുകൊണ്ടാണ്. അവിടെ താഴത്തെ ഇത് മുഴുവൻ ഭയങ്കര ക്യൂ ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇവിടുത്തെ വഴിപാടെല്ലാം പൂർത്തിയാക്കി നമ്മൾ ഈ ക്ഷേത്രത്തിനടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഔഷധ കാപ്പി വിതരണമുണ്ട്. നല്ല രാവിലെ അത് കുടിച്ചാൽ ഒരു ഉണർവും ഉന്മേഷമൊക്കെയാണ്. ഔഷധക്കൂട്ടാണത് മുഴുവൻ. തൊട്ട് താഴെ തന്നെയാണ് ദേവീക്ഷേത്രം. നമ്മൾ അടുത്തത് പോകുന്നത് അമനകരയിലേക്കാണ്. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം 3-4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാം നല്ല മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ്. കാരണം പ്രകൃതി ഭംഗിയൊക്കെയുള്ള നല്ല ക്ഷേത്രങ്ങളാണ്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ധാരാളം വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി പാർക്കിങ്ങിനെല്ലാം ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതിവിടെ വലിയ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന ഇവിടെയാണ്.
ചാടി. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ശിവക്ഷേത്രവും കൂടെ ഉണ്ട്. ഇതാണ് ശിവക്ഷേത്രത്തിലേക്ക് കടക്കുന്ന വഴി. ഇവിടുത്തെ പ്രധാന വഴിപാട് മലർപ്പറ വഴിപാടാണ്. അപ്പോൾ ഞാൻ മോളെ കൊണ്ട് മലർ പറയിലേക്ക് നിറയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഇത് സർപ്പക്കാവാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടത് മീനൂട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ് അവിടെ നിറച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മീനുകൾക്ക് ആഹാരം കൊടുക്കുകയാണ്. ധാരാളം ആ കുളം നിറച്ച് ധാരാളം മീനാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. തൊട്ട് വാതിക്കലൊരു ദേവീക്ഷേത്രമുണ്ട്. ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെയും പോയി ദർശനം നടത്തി. അതിനുശേഷം ഞങ്ങൾ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇതാണ് മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഇത് നല്ല മനോഹരമായൊരു ക്ഷേത്രം തന്നെയാണ്. ഒരു മലയുടെ താഴ്വാരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങോട്ട് ചെറുവാഹനങ്ങളെ കടത്തി വിടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബസ് അവിടെ ഒതുക്കിയിട്ടിട്ട് പോകുന്നത്.
ഈ ക്ഷേത്രത്തിനകത്ത് വെച്ച് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ അഞ്ചേരി പുതിയാവിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ശ്രീകുമാർ എന്ന് പറയും, കാടമുറിയിലുള്ള അദ്ദേഹം ഇപ്പോൾ ഇവിടെയാണ്. അതുപോലെ ഇവിടുത്തെ നാണയപ്പറ വഴിപാടാണ് ഇവിടെ. കൊച്ചുകുട്ടികൾ മഞ്ചാടിക്കുരുവായിരുന്നു. ഇതൊക്കെ ഗുരുവായൂരൊക്കെ ഉണ്ട്. ഗുരുവായൂരൊക്കെ ഇവിടെ ചെന്നാൽ എല്ലായിടത്തും മഞ്ചാടിക്കുരു ധാരാളം നിറച്ച് വെച്ചിരിക്കുന്നത് കാണാം. അതിനുശേഷം പോർക്കലി ദേവീക്ഷേത്രമാണ്. അവിടെയും ദർശനം നടത്തിയതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. കുട്ടികളുമൊക്കെ ആയിട്ട് വന്ന ഇഷ്ടം പോലെ അവർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് നേരെ രാമപുരത്തേക്ക് പോവുകയാണ്. പത്തുമണിയായപ്പോഴത്തന്നെ എല്ലാ ക്ഷേത്ര ദർശനങ്ങളും ഞങ്ങൾ ചെയ്ത് രാമപുരത്തേക്ക് എത്താറായി. രാമപുരത്ത് നല്ല തിരക്കായി ആ സമയത്ത്. വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. എല്ലാ വഴിയിലും ഇതുപോലെ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല. അതുപോലെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലായിടവും. അങ്ങനെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൂടെ പോകണ്ട. നമുക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലോട്ട് കയറിയാൽ മതി. നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് കയറാം. ഇവിടെ ബസ് ഇവിടെ ഒതുക്കി നിർത്തും ബസ്. നമുക്ക് ഈ ഗേറ്റ് വഴിയാണ് നമ്മൾ ദർശനം കഴിഞ്ഞ് വന്നവരെല്ലാം ഈ ഗേറ്റ് വഴിയാണ് അകത്തോട്ട് കയറുന്നത്. അതുകൊണ്ട് മെയിൻ അവിടെ ക്യൂ നിൽക്കേണ്ട. ഈ ഗേറ്റ് കടന്നതിന് ശേഷം നേരെ ആനക്കൊട്ടിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഭഗവാന്റെ മുന്നിലേക്ക് നമുക്ക് ദർശനം നല്ലപോലെ നമുക്കവിടെ ദർശനം സാധ്യമാകും. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെയാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. അതിനുശേഷം നമ്മൾ ആ രസീത് അവിടെ നിന്ന് തന്ന വഴിപാട് രസീത് ഇവിടെ കൊടുത്ത് നമുക്ക് വേണ്ട പ്രസാദങ്ങളെല്ലാം ഇവിടെ നിന്ന് മേടിച്ചു. അതിനുശേഷം അന്നദാനമുണ്ട് ഇവിടെ, അതിലും പങ്കുചേർന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും വെളിയിൽ വന്ന് നമ്മുടെ വാഹനത്തെ കയറി. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്, പുതുപ്പള്ളിയിലേക്ക്. ഏതായാലും ഇവിടെ വന്നപ്പം മഴയൊന്നും ഇല്ലായിരുന്നു. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. എല്ലാവരും കുടയൊക്കെ കരുതിയാണ് പോകുന്നത്. പക്ഷേ എങ്കിലും നല്ല അന്തരീക്ഷമായിരുന്നു. അങ്ങനെ നമ്മൾ പുതുപ്പള്ളിയിലെത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ വെട്ടത്തുകവല എത്തിയിരിക്കുകയാണ്. വെട്ടത്തുകവലയിൽ നിന്ന് മീനം വഴി
നമ്മൾ മീനമഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളൊരു 12 മണിയോടുകൂടി നാട്ടിലെത്തി. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.